ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവട തയ്യാറാക്കി എടുത്താലോ? ഇതിനു വേണ്ടി ഒരു 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളിയെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. ഉള്ളിയിൽ നിന്നുള്ള ജലാംശമെല്ലാം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഉള്ളിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടൊന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ്. കൂടെ തന്നെ 3 ടീസ്പൂൺ അളവിൽ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഉള്ളിവട വറുത്ത് കോരാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും ഉള്ളിവടയുടെ മിക്സിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുമ്പോൾ കനം കുറച്ചുണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് 2 സൈഡും അകവുമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞ് കിട്ടുക. ഇപ്പോൾ ഉള്ളിവട നന്നായിട്ട് പാകത്തിന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഉള്ളിവടയുടെ മിക്സ് കൂടി കുറേശ്ശെയായി ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ മുഴുവൻ ഉള്ളിവടയും ഇവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.